ഹായ്, ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലുള്ള ഹൽദിറാംസ് കോഫി ഷോപ്പിലാണ് കേട്ടോ. ഈ കഫേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ട്രെയിനിൻ്റെ ബോഗിയുടെ അതേ രൂപത്തിലാണ്. അകത്തെ ഇൻറ്റീരിയർ ഒക്കെ വളരെ റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുറത്തു നിന്ന് നോക്കിയാൽ കറക്റ്റ് ഒരു ബോഗിയുടെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനടുത്തു നിന്നാൽ ഒരു ട്രെയിൻ ഓണാക്കിയിട്ടിരിക്കുമ്പോഴുള്ള എഞ്ചിൻ്റെ സൗണ്ട്, ഇടയ്ക്ക് ഒരു എയർ തള്ളുന്ന സൗണ്ടും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 5 പൂ മാർക്കറ്റുകളിൽ ഇടം നേടിയ ബാംഗ്ലൂരെ പൂക്കളുടെ പർദീസയായ KR മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ. ഇന്ന് ഫ്രഷ് കട്ട് ഫ്ലവറുകളുടെ മൊത്ത വ്യാപാര കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ KR മാർക്കറ്റ് 1928 ആരംഭിക്കുന്നത്. ബാംഗ്ലൂരെ മുൻ ഭരണാധികാരിയായിരുന്ന രാജേന്ദ്ര വോഡയാറുടെ പേരിലായിരുന്ന ഈ മാർക്കറ്റ് പിന്നീട് പൂക്കളുടെ പർദീസയായി മാറി. രാവിലെ 3 മണിക്ക് ആരംഭിക്കുന്ന ഈ പൂ മാർക്കറ്റ് പൂക്കളെ സ്നേഹിക്കുന്നവരെയും പുതുമയാർന്ന വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ്. എല്ലാ വെറൈറ്റിയിലുമുള്ള കട്ട് ഫ്ലവറുകളും ഇമ്പോർട്ടഡ് ഫ്ലവറുകളും പല വർണ്ണങ്ങളിലുള്ളത് ഇവിടെ റോഡിന് ഇരുവശങ്ങളിലുമായി നിരത്തി വെച്ചിട്ടുണ്ടാവും. മാർക്കറ്റിനുള്ളിലൂടെ നടക്കുമ്പോൾ ഇരുവശങ്ങളിലുമായി നിരത്തിവെച്ചിരിക്കുന്ന ഈ പൂക്കളെല്ലാം ഇവിടെ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ഫാമുകാരുടെ നേരിട്ടുള്ള സ്റ്റാളുകളാണ്. സ്വന്തമായി ഒരു ഫ്ലവർ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഈ മാർക്കറ്റ് ഒരുക്കി തരുന്നത്. ഇവിടെ വന്നാൽ ബാംഗ്ലൂരെ പ്രധാനപ്പെട്ട എല്ലാ ഫാമുകാരെയും നേരിട്ട് പരിചയപ്പെടാനും അവരിൽ നിന്ന് പൂക്കളെപ്പറ്റിയും അതിൻ്റെ ബിസിനസ് സാധ്യതകളെപ്പറ്റിയും കൂടുതൽ ചോദിച്ചും കണ്ടും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ KR മാർക്കറ്റ് ഏഷ്യയിലെ പൂ മാർക്കറ്റുകളിൽ ഏറ്റവും വലിയ 5 മാർക്കറ്റുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ബാംഗ്ലൂർ കലാശിപ്പാളയത്തിനടുത്തായിട്ടാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡ്, മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഈ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് തന്നെയുണ്ട്. ആയതിനാൽ ഈ മാർക്കറ്റിൽ എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. ശരിക്കും ഇവിടെ കച്ചവടം ചെയ്യുന്ന പൂക്കൾ മുഴുവനും കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ബംഗളൂരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളിലുമാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും എളുപ്പമായതുകൊണ്ടാണ് മൊത്ത വ്യാപാരങ്ങൾ ഇങ്ങോട്ട് മാറാൻ കാരണം. പുലർച്ചെ 3:30 തുടങ്ങി 6:30 വരെയുള്ള ഈ മാർക്കറ്റ് കഴിയുന്നതോടെ കോർപ്പറേഷൻ തൊഴിലാളികൾ വന്ന് ഇവിടം വൃത്തിയാക്കി 9 മണി മുതൽ രാത്രി വരെ ഇരുവശവുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് അവരുടെ കച്ചവടം ആരംഭിക്കുന്നു. രാവിലെ കണ്ടാൽ അങ്ങനെ ഒരു പൂ മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നില്ല കേട്ടോ. ഈ പൂ മാർക്കറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ വന്ന് തലേ ദിവസം താമസിച്ച് പുലർച്ചെ ഒരു 4-നും 5-നും ഇടയ്ക്ക് ഇവിടെ വന്നാൽ മണിക്കൂറുകളോളം ആസ്വദിക്കാൻ പറ്റിയ വിവിധ വർണ്ണങ്ങളുടെ ഒരു വിസ്മയം തന്നെയായിരിക്കും ഇത്. ഇവിടെ ഓരോ ഫാമുകാരും ഏതെങ്കിലും ഒരു ബ്രീഡ് ഫ്ലവറിൽ മാത്രമായിരിക്കും പ്രൊഡക്ഷൻ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന് ജെറിബ്ര കൃഷി ചെയ്യുന്നവർ അത് മാത്രമായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ റോസ് കൃഷി ചെയ്യുന്നവർ അതിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്ലവറുകളും അതിൻ്റെ പേരുകളൊക്കെ കാണാം കേട്ടോ. ഇത് ഹൈബ്രിഡ് ക്രിസാന്തമമാണ് കേട്ടോ. പല വെറൈറ്റിയുള്ള ഡബിൾ ഷെയ്ഡുകളും സിംഗിൾ ഷെയ്ഡും ക്രിസാന്തം. ഇത് ഗ്ലാഡിയോളയുടെ വെറൈറ്റികളാണ് കേട്ടോ. റെഡ്, വൈറ്റ്, യെല്ലോ അങ്ങനെ പല കളറുകളും ഉണ്ട്.
ഈ ചാക്കിലൊക്കെ നിറച്ചിരിക്കുന്നത് ലോക്കൽ ക്രിസാന്തമാണ് കേട്ടോ, വില കുറഞ്ഞ ലോക്കൽ ക്രിസാന്തങ്ങളാണ്. ഈ ഇരിക്കുന്നതാണ് ജിപ്സോഫീലിയ. ഫ്ലവർ അറേഞ്ച്മെൻറ്റിലൊക്കെ ഫില്ലേഴ്സായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ലീഫുകളുടെ സെക്ഷനാണ് കേട്ടോ. ആസ്പരാഗസ്, ഡ്രസ്സീന, അങ്ങനെ കുറേ ലീഫുകളുണ്ട്. ബ്ലൂ ഡെയ്സി, യെല്ലോ ക്രിസാന്തിമം, ഇത് ചാന്ദിനി എന്ന് പറയുന്ന ലോക്കൽ ഫ്ലവറാണ് കേട്ടോ. ഇതൊക്കെ ബഞ്ചിന് നിസ്സാര വിലയേ ഉള്ളൂ. ഇതാണ് ജിപ്സോഫീലിയ. ഇത് നമ്മുടെ സൺഫ്ലവർ. ഇതും ഇപ്പോൾ മാർക്കറ്റിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വേണ്ടി സെയിലിന് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഓർക്കിഡിൻ്റെ വെറൈറ്റികൾ. ഇത് പർപ്പിൾ ഓർക്കിഡ്, വൈറ്റ് ഓർക്കിഡ്, പിന്നെ പർപ്പിൾ ഓർക്കിഡിൽ ഒരു ബ്ലൂ ഷെയ്ഡ് കയറ്റിയിട്ടുള്ള കളറാണ്. അത് കളർ കൊടുക്കുന്നതാണ്. ഇത് ഹൈബ്രിഡ് ക്രിസാന്തത്തിൻ്റെ തന്നെ സെക്ഷനാണ്. ഇവിടെ ഇരിക്കുന്നത് ജെർബ്രാസ്, റോസുകളുടെ പല കളറുകളും ഉണ്ട് കേട്ടോ. ഈ ജെർബ്ര ഫ്ലവറിലൊക്കെ ഈ പേപ്പർ ചുറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബെൻഡായി പോകും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ട്യൂബ് റോസിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനും എടുക്കും, മാലകൾ കെട്ടാൻ വേണ്ടി എടുക്കും കേട്ടോ. അത്യാവശ്യം ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണത്. ഇതാ ഒരു ഫാമുകാരുടെ വണ്ടിയാണ് കേട്ടോ പോകുന്നത്. അവരുടെ ടോപ്പിലായിട്ട് ആ കമ്പനിയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ക്രിസാന്തത്തിൻ്റെ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് ആയിരിക്കുന്നത്. ആ യെല്ലോ ഷെയ്ഡ് കാണുന്നത് ഗോൾഡൻ റോഡ് ഫ്ലവറാണ് കേട്ടോ. ഇത് ലില്യംസിൻ്റെ വെറൈറ്റികളാണ്. യെല്ലോ, ഓറഞ്ച്, പല ഷെയ്ഡുകളുണ്ട്. അതിൽ ഏഷ്യാറ്റിക് ലില്ലി, ഓറിയൻ്റൽ ലില്ലി, പിന്നെ ടൈഗർ ലില്ലി. ഇതിൽ ഓറിയൻ്റൽ ലില്ലി ഫ്രാഗ്രൻ്റ് ലില്ലി എന്നും കൂടി പറയും കേട്ടോ. അതിന് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂംഡ് ആയിട്ടുള്ള സ്മെല്ലുണ്ട്. ചില ഫാമുകാരൊക്കെ ഇതേ വണ്ടിയിൽ വന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബാംഗ്ലൂർ കട്ട് ഫ്ലവറുകളെല്ലാം തന്നെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ വളരൂന്നാണ്. ശരിക്കും ഈ റോസ്, ജെർബ്ര ഇതിനൊക്കെ ടെമ്പറേച്ചർ വേണ്ടത് 28 മുതൽ 27 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അപ്പോൾ ഈ പോളിത്തീൻ ഹൗസുകളിൽ ആ ടെമ്പറേച്ചറിലാണ് ഈ ചെടികളൊക്കെ വളരുന്നത്. നമുക്കതിനകത്ത് പോയിട്ട് ആ ടെൻറ്റിനകത്ത് അധികം നേരമൊന്നും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്താലേ ഈ ചെടികളുടെ ബഡിനും പൂക്കൾക്കൊക്കെ അത്യാവശ്യം സൈസും വളർച്ചയൊക്കെ കിട്ടുള്ളൂ. പിന്നെ തണുപ്പ് വേണ്ട ഫ്ലവറുകൾ ഉണ്ട്. അതാണ് ലില്യംസ്, ഈ കാണുന്ന ജിപ്സോഫീലിയ. ഇതൊക്കെ ഊട്ടിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ജെർബ്രാസിൻ്റെ വെറൈറ്റികളാണ് ഇരിക്കുന്നത്. റെഡ്, ഓറഞ്ച്, പീച്ച്, മെറൂണ്, വൈറ്റ്, ഒരുപാട് വെറൈറ്റി ഷെയ്ഡുകൾ ജെർബ്രാസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ഒരു ഹൈബ്രിഡ് ക്രിസാന്തത്തിൻ്റെ ലാർജ് കളക്ഷൻ ഏരിയ. വണ്ടിയിൽ നിന്നൊക്കെ ലോഡ് ഇറക്കുന്നേ ഉള്ളൂ. ഓർക്കിഡ്, പർപ്പിൾ ഓർക്കിഡുടെ കളക്ഷൻ. ഈ ഓർക്കിഡൊക്കെ കൃഷി ചെയ്യുന്നവർ അത് മാത്രമേ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. വൈറ്റ് ഓർക്കിഡ് ഇതെല്ലാം ചീപ്പ് ക്വാളിറ്റി റോസുകളാണ് കേട്ടോ. കട്ട് റോസ് എന്നാണ് ഇതിന് പറയുന്നത്. വളരെ ചീപ്പായിട്ട് പ്രൊഡക്ഷൻ വരുന്നതാണത്. ഇത് നമ്മൾ പെറ്റൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ റോസ് ഉപയോഗിക്കുന്നത്. ഇത് ഹൈബ്രിഡ് ക്രിസാന്തത്തിൻ്റെ വെറൈറ്റികൾ. ലില്യംസിൻ്റെ ബഡുകളാണ് കേട്ടത്. ഇത് വിരിഞ്ഞ് തുടങ്ങുന്നുള്ളൂ. ശരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ബഡ് സൈസ് മേടിക്കുന്നതാണ് ലാഭം. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഒരുപാട് ഡാമേജസ് വരും. ഈ ലില്ലിയും ഓറിയൻ്റൽ ലില്ലിയാണത്. അതൊക്കെ വിരിഞ്ഞ് തുടങ്ങി കേട്ടോ. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടം വരും. ഇത് ആന്തൂറിയത്തിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അത് റെഡ്, വൈറ്റ്, പിന്നെ റെയർ കളക്ഷനായ ഗ്രീൻ ആന്തൂറിയംസ്, പിന്നെ ഡബിൾ ഷെയ്ഡ് ആന്തൂറിയംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്, അവർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആന്തൂറിയം തന്നെ നല്ലൊരു വെറൈറ്റി അവരുടെ കളക്ഷനിലും ഉണ്ട്. ഇത് കണ്ടില്ലേ, സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കിലോമീറ്ററിന് മേളിൽ നമുക്ക് നടന്ന് കാണാനായിട്ടുണ്ട് മാർക്കറ്റ്.
ഒരു റോഡ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വളഞ്ഞ് അടുത്ത റോഡിലേക്ക് കയറി ആ റോഡിൻ്റെയും എൻഡ് വരെയും പോയിട്ടുണ്ട് ഈ മാർക്കറ്റ്. ഇത് ഹൈബ്രിഡ് ക്രിസാന്തത്തിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ, കൂടിയ വെറൈറ്റി ആണ്. അത് സ്പൈഡർ ക്രിസാന്തം എന്നാണ് അതിന് പറയുന്നത്. ഇതാ ഇപ്പുറത്ത് കാണുന്നത് ഹൈഡ്രാഞ്ചിയുടെ വെറൈറ്റികളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ഫ്ലവറിൻ്റെ ഭാഗത്തു നിന്നും മാറിയതാ ഹിന്ദു വെഡ്ഡിങ്ങുകൾക്കും പൂജകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന മാലകളുടെയും ഫ്ലവറുകളുടെയും സെക്ഷനിലേക്ക് നമ്മൾ കയറി കേട്ടോ. ഇപ്പോൾ ഇത് അടുത്ത സ്ട്രീറ്റിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇവിടെ ഇത്രയധികം ജനങ്ങൾ വന്നിട്ട് ഇത്രയധികം കച്ചവടങ്ങൾ നടക്കുന്നത്. ഒരു മാർക്കറ്റ് രാത്രി 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് നടക്കുന്ന കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇവിടെ എറണാകുളം മാർക്കറ്റുകളിലൊക്കെ ഈ ക്രിസ്മസ് സീസണിന് പർച്ചേസിങ്ങിൻ്റെ സമയത്താണ് ഇത്രയധികം തിരക്കുകൾ ഉണ്ടാക്കുന്നത്. ഇത് ഡെയിലി ഈ മാർക്കറ്റ് ഈ സമയത്തൊക്കെ ഫില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടം എന്തായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ മാലകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ജാസ്മിൻ്റെ മാലയും ട്യൂബറോസിൻ്റെ മാലകളും ഇതൊക്കെ ഇവിടെ നമ്മൾ എറണാകുളത്തേക്ക് വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിസ്സാര വിലയ്ക്കാണ് ഇവർ മാലകളൊക്കെ വിൽക്കുന്നത്. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊന്നും അഡീഷണൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഫീല് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒറിജിനൽ സൗണ്ട് തന്നെ കേട്ടാലാണ് നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഫീല് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനത് ആ നാച്ചുറൽ സൗണ്ട് അങ്ങനെ തന്നെ കയറ്റിയിരിക്കുകയാണ്. ഈ മാർക്കറ്റ് ഇങ്ങനെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവർ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സർക്കാർ നല്ല രീതിയിൽ ലോണുകൾ നൽകുന്നുണ്ട്. ആ നൽകിയ ലോണിന് ഒരുപാട് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രൊഡക്ഷൻസ് വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിൻ്റെ ഇത്ര സമയം ഈ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ആ കച്ചവടങ്ങൾ കഴിയുമ്പോൾ സർക്കാർ തന്നെ അവരുടെ ചിലവിൽ സ്റ്റാഫിനെ വെച്ച് ആ റോഡുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലെ സപ്പോർട്ടുകളാണല്ലോ ഗവൺമെൻറ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.